അതായത് ഇപ്പൊ നമുക്ക് IELTS ഇല്ലാണ്ട് ഈ കൺട്രീസിലൊക്കെ പോവാം. പക്ഷെ നിങ്ങൾ ഇംഗ്ലീഷ് ഇമ്പ്രൂവ്മെന്റ് ചെയ്തെടുക്കുക. അതൊക്കെയാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് വെച്ചാൽ പാർട്ട് ടൈമിന്റെയാണ്. പാർട്ട് ടൈമിന്റെ ആണ് സ്റ്റുഡൻസ് പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആയി ചോദിക്കുന്ന കാര്യം. സ്റ്റഡി അബ്രോഡ് നോക്കുന്ന സ്റ്റുഡൻസ് സംബന്ധിച്ചോളം പാർട്ട് ടൈമിന്റെ ഒക്കെയാണ് മെയിൻ ആയിട്ട് അവർ ചോദിക്കുന്നത്. പാർട്ട് ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ പറയണ പാർട്ട് ടൈം വീക്കിലി 20 ഹവേഴ്സ് എല്ലാ കൺട്രീസിലും ചെയ്യാവുന്നതാണ്. ചിലത് 40 ഹവേഴ്സ് ഒക്കെ ചെയ്യാം ചില കൺട്രീസ് ഒക്കെ. പിന്നെ ലിത്വാനിലാണെങ്കിൽ അവിടെ റെസ്ട്രിക്ഷൻസ് വരുന്നില്ല. അങ്ങനെ ഓരോ കൺട്രീസ് ഡിപ്പെൻസ്. നമുക്ക് ഈ പറയണ വീക്കിലി പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് എന്താ ഈ പറയണ IELTS ഇല്ലാണ്ട് പോകാൻ പറ്റുന്ന കൺട്രീസ് ഒക്കെ ഇതൊക്കെയാണ്. പക്ഷെ നിങ്ങൾ മെയിൻ നോക്കേണ്ടത് ഒരു സ്റ്റഡി അബ്രോഡ് നോക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്യാം, നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ അവിടെ കഴിഞ്ഞാൽ പിന്നെ ഈ ഇംഗ്ലീഷ് തന്നെയാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ വിതൗട്ട് IELTS പോകാൻ പറ്റുന്ന കൺട്രീസ് ഒക്കെ ഈ പറയുന്ന ഈ കൺട്രീസിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് ഈ പറയുന്ന ഇമ്പ്രൂവ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത്രേ ഉള്ളൂ. കാരണം വെച്ചാൽ ഈ പറയുന്ന ചില കേസസ്, അതായത് ഇപ്പോ ഇൻട്രോവ്യൂ കുറച്ച് ടഫ് ആയിരിക്കും. അതായത് ലിത്വാനിലേക്ക് കേസാണെങ്കിൽ കുറച്ച് ടഫാണ് ഇൻട്രോവ്യൂ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവിടെ ഇപ്പൊ ഇംഗ്ലീഷ്, അതായത് IELTS വേണം. നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഒറ്റ യൂണിവേഴ്സിറ്റി മാത്രമാണ് അവിടെ IELTS ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്നത്. ബാക്കി ഇപ്പം 1-2 യൂണിവേഴ്സിറ്റി, ഇപ്പൊ KSV എന്ന യൂണിവേഴ്സിറ്റി നമുക്ക് IELTS ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇക്ക യൂണിവേഴ്സിറ്റി, അങ്ങനെ കുറച്ച് യൂണിവേഴ്സിറ്റി ഉണ്ട്. പക്ഷെ ഡിപ്പെൻസ് പ്രൊഫൈൽ നോക്കിയിട്ട് നമുക്ക് ഇപ്പൊ ഇംഗ്ലീഷ് അത്യാവശ്യം അറിയുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ വിത്തൗട്ട് IELTS ചെയ്യാൻ പറ്റും. ഇവിടെ ലിത്വാനിയയിൽ പക്ഷേ കുറച്ചും കൂടി ലാറ്റ്വിയനേക്കാളും കുറച്ചുകൂടി ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. ഇംപ്രൂവ് കുറച്ച് ടഫാണ് കേട്ടോ അവിടുത്തെ. ബാക്കി ഇപ്പം ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ് ചെയ്യുക, ഇംഗ്ലീഷ് ഇമ്പ്രൂവ്. ഒരു സ്റ്റഡി അബ്രോഡ് നോക്കുന്നതാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ചെയ്ത് പോയാൽ മതി, അത്ര പ്രശ്നമില്ല. പിന്നെ സ്റ്റുഡൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് പാർട്ട് ടൈം എങ്ങനെയാണ് ചേച്ചി എന്നൊക്കെ. എനിക്ക് DM വരുന്നുണ്ട് കേട്ടോ. എനിക്ക് DM സ്റ്റുഡൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോ ഇതൊക്കെയാണ് ഇവർ മെയിൻ ആയിട്ട് നോക്കുന്നത്. ചില കുട്ടികൾക്ക് ബേസിക് പോലും അറിയില്ല. പ്ലസ് 2 സ്റ്റുഡൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിനൊക്കെ എനിക്ക് ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊക്കെ ചോദിച്ചത് ഏജൻസിയാണൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ ഈ ഇപ്പം മെയിൻ ആയിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാല് ഇപ്പൊ പാർട്ട് ടൈം ആണ് കുറച്ചും കൂടി. അതായത് കുട്ടികൾക്കൊക്കെ ക്വസ്റ്റ്യൻ മാർക്കായി നിൽക്കുന്ന പാർട്ട് ടൈം, അതേപോലെ വിതൗട്ട് IELTS, പിന്നെ അതേപോലെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യുക, അതൊക്കെയാണ് മെയിൻ ആയിട്ട്. അല്ലാണ്ട് യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെ ഇപ്പൊ ഏത് കോഴ്സ് എടുത്തിട്ടാണ് ഞാൻ പോയി പഠിക്കേണ്ടത്, അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് കുട്ടികൾ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഇപ്പൊ നിങ്ങള് ഈ പറയുന്ന വാഴ 2 ഉണ്ടല്ലോ, ആ പടം ഇറങ്ങിയിട്ടാകുമ്പോള് അതില് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ നമ്മള് ഇപ്പൊ എന്താ ലാസ്റ്റ് ഒരു മട്ടത്തലയോ വന്നിട്ട് അവര് എല്ലാ ഇതിലും വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് അതെന്താ അതങ്ങനെയാണ്. അത് ഞാൻ പറഞ്ഞത് മെയിൻലി ഞാൻ അതാണ് പറയുന്നത്. നിങ്ങൾ ഈ മൈൻഡ് പ്രിപ്പയർഡ് ആക്കിയിട്ട് പോവുക. അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് ഇപ്പൊ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ഇപ്പം നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാലും ഏത് ജോലിയും നിങ്ങൾ സ്കിൽ ഡെവലപ്പ് ചെയ്താലും നിങ്ങൾക്ക് ഏത് ജോലിയും നിങ്ങൾക്ക് അവിടെ എത്തിയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ആ ഒരു ഇത് ഞാനത് എനിക്ക് പെട്ടെന്ന് കണക്ട് ആയത്. അത് ശരിയാണല്ലേ? അപ്പൊ അവര് പറയുന്നത് ജീവിക്കേണ്ടതല്ലേ അന്ന് ചോദിക്കുന്നില്ല അല്ലെ? അത് ശരിയാണ്. ആള് വിളിക്കുമ്പോ ആള് തന്നെയാണ് വരുന്നത്. അത് തന്നെയാണ് നിങ്ങൾ ഇവിടെ. അപ്പൊ ഞാനത് ഞാൻ കുട്ടികളുടെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് കുട്ടിയോട് പറയുന്ന കാര്യമാണ്. നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അതേപോലെ തന്നെ മൈൻഡ് പ്രിപ്പയർഡ് ആക്കിയിട്ട് പോവുക. പിന്നെ പാർട്ട് ടൈം എന്ന് പറയുന്നത് ഇന്ന ജോലി മാത്രമേ എടുക്കുമെന്നില്ല. നിങ്ങൾ എല്ലാ ജോലി എടുക്കാനും വില്ലിങ് ആവണം. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലാണ്ട് നിങ്ങൾക്ക് അവിടുന്ന് സർവൈവ് ചെയ്യാം. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല പാർട്ട് ടൈം കിട്ടുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഈ പറയുന്ന എല്ലാ ജോലിയും അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ എടുക്കാനുള്ള മൈൻഡും കൂടി വേണം. ഓക്കെ, പിന്നെ ഇപ്പൊ പറയണ അതില് ഈ പറയണ എന്താ പഠിച്ചവർക്ക് നല്ല ജോലി കിട്ടി. ഇപ്പൊ പഠിക്കാതെ ഇങ്ങനെയുള്ള സ്റ്റുഡൻസിന് എന്താ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് നിൽക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. കാരണം എന്ന് വെച്ചാൽ അതില് ഇപ്പോ എന്താ അത്യാവശ്യം ഏത് കൺട്രി പോകുമ്പോഴും നമ്മളാണ് പോയി ജീവിക്കേണ്ടത് അല്ലെ? സ്റ്റുഡൻസ് ഡിപ്പെൻസ് ആണ്. അത് ഇപ്പം ചിലവരൊക്കെ ഇപ്പം അവിടെ എന്താ നല്ല പോലെ ഏൺ ചെയ്യുന്നവരുണ്ട്. എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് അവിടെ പോയിട്ട് എത്തിയിട്ട സ്റ്റുഡൻസും എനിക്ക് ചേച്ചി ഇങ്ങനെയാണ് കേട്ടോ, ചേച്ചി അങ്ങനെയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് എന്താ പറയാ മെസ്സേജ് അയക്കുമ്പോൾ കുട്ടികൾ പറയും മോനെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും ചേച്ചി എനിക്ക് നല്ലതാണ്. അത് പ്ലസ് 2 സ്റ്റുഡൻസ് ഒക്കെയാണ്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാണ്. അപ്പൊ തന്നെ ആ പടം കാണുമ്പോൾ എനിക്കത് ഒന്ന് കണക്ട് ആയി. ഓക്കെ, അങ്ങനെയാണ്. അപ്പൊ ഞാൻ വിചാരിക്കും, ഞാനത് പറഞ്ഞെടുത്തത് കുട്ടികൾക്ക് അപ്പൊ ഞാൻ ഈ പടം കൂടി കണ്ടിട്ടാണ് വിചാരിക്കുക ശരിയാണല്ലേ? നമ്മൾ ഏത് വർക്കും നമ്മൾ ചെയ്യാൻ വില്ലിങ് ആവണം. എന്നാലും നമുക്ക് ഒരു പ്രശ്നവുമില്ല. ഇപ്പൊ അതായത് മിക്ക സ്റ്റുഡൻസും ഇപ്പൊ ഇപ്പൊ യൂറോപ്പ് കൺട്രിയിൽ പോകുന്ന സ്റ്റുഡൻസ് ആയാലും ഇംഗ്ലീഷ് സ്പീക്കിംഗ്, അതായത് ഇപ്പൊ UK പോയ സ്റ്റുഡൻസ് ആയാലും അവരവിടെ ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ ഇപ്പൊ ഇങ്ങനെ വീഡിയോസ് ഇടുന്നുണ്ട്. അതേപോലെ
അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്യുന്നുണ്ടല്ലേ സ്റ്റുഡൻസ് അവിടെ എത്തിക്കഴിഞ്ഞാൽ. അതെന്താ ഒരു സൈഡ് ബിസിനസ്, അവർ സൈഡ് ഒരു ഇൻകാണത്. അത് എത്ര ആള് നോക്കുന്നേ, ഇൻകാന്ന് വെച്ചാൽ ഒരുപാട് കിട്ടുമെന്നില്ല, പക്ഷെ എന്നാലും അവർക്ക് അവിടെ കുറച്ചും കൂടി എന്താ ഒരു ഇതും കൂടി തുടങ്ങുമ്പോൾ കുറച്ചും കൂടി എന്തെങ്കിലും വൈകിട്ട് കിട്ടും. അത് കിട്ടാണ്ടിരിക്കില്ല, വ്യൂസ് കൂടുന്നതനുസരിച്ച് എന്തായാലും കിട്ടാണ്ടിരിക്കില്ല. പക്ഷെ പിന്നെ അത് ഇങ്ങനെയൊക്കെയാണ് അവർ ചിലവർക്ക് അത് മെമ്മറീസ് ആയിട്ട് അവിടെ ഇങ്ങനെ കിടക്കും, അങ്ങനെയൊക്കെ. അപ്പോ ഞാൻ മെയിനായിട്ട് കുട്ടികളോട് പറയുന്നത് കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെയാണ്. നിങ്ങൾ എന്ത് ചെയ്യാം, പാർട്ട് ടൈം എല്ലാ കൺട്രീസിലും അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ എടുക്കേണ്ട സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. അതായത് ഇപ്പൊ ഞാൻ ഇന്ന ജോലി മാത്രമേ എടുക്കൂ, ഇന്ന ജോലി മാത്രമേ എടുക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാവത്തുള്ളൂ. അപ്പോ ഇങ്ങനെ അപ്പൊ നിങ്ങളിപ്പം അവിടെ എത്തിക്കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, പാർട്ട് ടൈം എന്ന് പറയുന്നത് വീക്കിലി 20 ഹവേഴ്സ് ഏത് കൺട്രിയിലും ബേസിക് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഹവേഴ്സ് ആണ്. അതിനേക്കാൾ കൂടുതൽ എടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ യുദ്ധവാനിലേക്ക് ആണെങ്കിൽ എന്തായാലും ഇത് അൺലിമിറ്റഡ് ആണ്. അതായത് റെസ്ട്രിക്ഷൻസ് ഇല്ല, അതെ, റെസ്ട്രിക്ഷൻസ് വരുന്നില്ല. അപ്പൊ ചില കൺട്രീസ് ഒക്കെ റെസ്ട്രിക്ഷൻസ് ഇല്ല. സ്ലൊവേനിയയിലാണെങ്കിലും അവിടെ ഈ പറയണ ഇപ്പൊ സ്ലൊവേനിയയിലാണെങ്കിലും ഈ പറയണ അവിടെ അൺലിമിറ്റഡ് ആണ്. പക്ഷെ ഇപ്പോഴത്തെ ഇതിൽ അവിടെ സ്റ്റുഡൻസ് കുറച്ചും കൂടി ആയതുകൊണ്ട് അവിടെ ഇത്ര ഇത്ര ഹവേഴ്സ് വെച്ചിട്ടാണ്. പക്ഷെ അത് പ്രശ്നമില്ല. എന്നുവെച്ചാൽ ഈ പറയുന്ന ക്ലാസ്സസ് ഒക്കെ നമ്മൾ ഇവിടുത്തെ പോലെ റെഗുലർലി ക്ലാസ് എവിടുത്തെ പാർട്ട് ടൈം സ്റ്റഡി ആൻഡ് പാർട്ട് ടൈം ജോബ് ആണല്ലോ. അപ്പൊ അവിടെ ഈ പറയണ എന്താ ഫുൾ ടൈം ക്ലാസ് ആയിരിക്കും. ഇപ്പൊ എന്താ വീക്കിലി ഈ പറയുന്ന ടു ത്രീ ഡേയ്സ് മാത്രമേ ക്ലാസ് വരത്തുള്ളൂ. അതേപോലെ തന്നെ ഹവേഴ്സ്, അതായത് ഒരു 3 ഹവേഴ്സ് മാത്രമേ ക്ലാസ്, ഒന്നുകിൽ മോർണിംഗ് ആയിരിക്കും അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ, അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ വീക്കെൻഡ് സാറ്റർഡേ സൺഡേ എന്തായാലും അവിടെ ലീവ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് വരുന്നത്. പാർട്ട് ടൈമിൽ കൂടി തന്നെ നല്ലപോലെ ഏൺ ചെയ്യുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം എന്റെ ഇതിൽ തന്നെ അറിയുന്ന സ്റ്റുഡൻസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ചേച്ചി പ്രശ്നമല്ലേ ചേച്ചി, നമുക്ക് ഇവിടെ നിന്ന് സർവൈവ് ചെയ്യാൻ പറ്റും, നമ്മൾ അതനുസരിച്ച് നമുക്ക് ഇവിടുന്ന് ജോലി ചെയ്താൽ മതി, ചേച്ചി പറഞ്ഞതാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ പറയുമ്പോൾ നമുക്ക് സമാധാനമുണ്ട്, മനസ്സമാധാനമുണ്ട് കേൾക്കുമ്പോൾ. ഓക്കെ, ഇങ്ങനെ. അപ്പോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതൊക്കെയാണ് മെയിൻലി. പിന്നെ പറയണ കുട്ടികളൊക്കെ ഏജൻസി എന്നോട് ചോദിക്കുന്നുണ്ട് കുട്ടികൾ, ഏജൻസി ഏതാണ് ചേച്ചി നല്ലത് എന്ന്. അത് ഞാൻ പറയാം, അതിനെ കുറിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. ഏജൻസി എന്ന് പറയുന്നത് നല്ല ഏജൻസീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴും നല്ല ഏജൻസീസ് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഫേക്ക് പ്രോമിസ് കൊടുക്കുന്ന നല്ല ഏജൻസി ഉണ്ട്. അതൊക്കെ നിങ്ങൾ മൈൻഡിൽ നോക്കിയിട്ട് വെച്ചിട്ട് നിങ്ങൾ എടുത്താൽ മതി. അതൊന്നും പ്രശ്നമില്ല കേട്ടോ. അതിന് എന്ത് വേണമെന്ന് ഞാൻ അതിനനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് ഞാൻ കുട്ടിയോട് ഓൾറെഡി ഞാൻ പറഞ്ഞു. അതായത് ഇപ്പൊ നമുക്ക് വിതൗട്ട് അയച്ചിൽ പോകാൻ പറ്റുന്ന കൺട്രീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ മൈൻഡ് പ്രിപ്പയർഡ് ആക്കിയിട്ട് ഈ പറയണ നമുക്ക് ഇംഗ്ലീഷൊക്കെ ഒന്ന് ഇമ്പ്രൂവ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾ പോയാൽ മതി, അത് പ്രശ്നമില്ല. പിന്നെ നല്ല പോലെ ഇപ്പൊ ഒട്ടും അറിയാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്തായാലും ഇമ്പ്രൂവ് ചെയ്യണം അവിടെ. അതേപോലെ തന്നെ എന്താ അവിടെ നിങ്ങൾ എത്തിയിട്ട് നിങ്ങളാണ് സർവൈവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ എന്തായാലും കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും എന്താ ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ജോയിൻ ചെയ്യുക, അതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി, അതൊന്നും പ്രശ്നമില്ല. അതൊന്നും പ്രശ്നമുള്ള കാര്യമാണ്. നമുക്ക് നമ്മുടെ മലയാളിസൊക്കെ ചെയ്യാൻ പറ്റാത്തതായിട്ട് എന്തുള്ളത് അല്ല, ഒരുപാട് എല്ലാം തെളിയിക്കപ്പെട്ടതാണ്. അപ്പം ഇപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ നമ്മൾ ഈ കേരളത്തിലേക്ക് വന്നിട്ട് ഹിന്ദിക്കാരും തമിഴന്മാരും ഒക്കെ വന്നിട്ട് നിൽക്കുന്നില്ലേ, അവരിവിടെ വന്നിട്ട് ജീവിക്കുന്നില്ല. അതേപോലെ ഈവൻ ഏതൊക്കെ കൺട്രീസ് വന്നിട്ട് ഇവിടെ നിന്നിട്ട് അവര് വർക്ക് ചെയ്തിട്ട് നല്ലപോലെ പൊസിഷനിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളാണ് ചെയ്യേണ്ടത്. അതെല്ലാം ഡിപ്പെൻസ് സ്റ്റുഡൻസ് ആണ്. അത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചാൽ മതി കേട്ടോ. പബ്ലിക് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? അതായത് ഇപ്പോ ഫ്രീ എഡ്യൂക്കേഷൻ, ഫീസ് ഇല്ലാണ്ട് പഠിക്കാം, അങ്ങനെയൊക്കെ ഒരുപാട് നിങ്ങൾ ആഡ് കാണുന്നുണ്ടാവും അല്ലെ? ഉണ്ട്, അങ്ങനത്തെ യൂണിവേഴ്സിറ്റീസും കൺട്രീസ് ഒക്കെ ഉണ്ട്. ഇപ്പോ ചില കുട്ടികൾക്കൊക്കെ അറിയാം, ജർമ്മനി ഉണ്ട്, ഓസ്ട്രിയ ഉണ്ട്, അതേപോലെ തന്നെ ഹൗസ് ബിൽഡിംഗ് ഉണ്ട്. പിന്നെ UK തന്നെ ഫുള്ളി ഫണ്ടഡ് ഉണ്ട്, സ്കോളർഷിപ്പോട് കൂടി പഠിക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് കൺട്രീസ് വരുന്നുണ്ട്, അതൊന്നും പ്രശ്നമില്ല. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ വേറെ ഈ പറയണ അറിയാത്ത സ്റ്റുഡൻസും ഉണ്ടാവും. അപ്പോ അറിയുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് നോക്കുക. പിന്നെ അറിയാത്ത സ്റ്റുഡൻസ് എന്നോട് DM ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി അതിനെ കുറിച്ചിട്ടൊന്ന് പറയുമെന്ന് വെച്ചിട്ട്. എന്റെ യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിരുന്ന സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതൊരു ഇൻസ്റ്റയില് ഫോളോ ചെയ്യാണ്ട് ഒരുപാട് പേര് നോക്കുന്നുണ്ട്, ഒന്നൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ. കൺസ സ്റ്റുഡൻസ് ഇങ്ങനെ ഫേക്ക് ആയിട്ട് ഇങ്ങനെ ഒരുപാട് ഏജൻസിയിൽ പോയി പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഇപ്പോഴല്ല, കുറെ വർഷങ്ങളായി ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്.
ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. കാരണം ഒരുപാട് പറ്റിക്കപ്പെടുന്ന വീണ് പോയിട്ട്, അതായത് ഒരുപാട് ലക്ഷ്യങ്ങൾ ഇങ്ങനെ പോകുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കുറച്ചും കൂടി ഒരു നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുട്ടികളെ എത്തുമല്ലോ. പിന്നെ പാരന്റ്സിലേക്ക് കുട്ടികൾക്കൊക്കെ എത്തുമല്ലോ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോസ് ഇപ്പൊ ചെയ്യാൻ വേണ്ടി ഞാൻ നിൽക്കുന്നത്. ഇപ്പൊ ഒന്നാമത്തെ കാര്യം, ഞാൻ എന്റെ വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം, കുട്ടികളേക്ക് എത്തിക്കാൻ അറിയാൻ കുറച്ചും കൂടി കുട്ടികൾക്കൊക്കെ അറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ മെയിൻ ആയിട്ട് എന്ന് വെച്ചാല് ഈ പറയണ ഇപ്പൊ സ്റ്റഡി അബ്രോഡ് നോക്കി പോകുന്ന സ്റ്റുഡൻസ് ഉണ്ട്. കാരണം വെച്ചാൽ ഇപ്പോ കൂടുതലുണ്ട്, ഒരുപാട് കൂടിയിട്ടുണ്ട് സ്റ്റുഡൻസ്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എന്റെ വീഡിയോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സപ്പോർട്ട് ചെയ്യാം. പിന്നെ എന്റെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാ പേജൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടോ. അതായത് എന്റെ ഇതെല്ലാവരും കാണുന്നുണ്ട്, പക്ഷെ എനിക്കതൊന്നും ഫോളോ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ എന്താ സബ്സ്ക്രൈബ് ഒന്ന് ഇഷ്ടപ്പെട്ടാന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോസ് എന്ന് വെച്ചാല് സ്റ്റുഡൻസിനും പാരന്റ്സിനൊക്കെ മനസ്സിലാവും, സ്റ്റഡി അബ്രോഡ് നോക്കുന്ന സ്റ്റുഡൻസിനൊക്കെ കുറച്ചും കൂടി അവർക്കൊരു ഹെൽപ്ഫുൾ ആവും. അപ്പൊ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് കൂടി. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, ഞാനിപ്പം ഇത് ആദ്യമായിട്ടല്ല ഈ ഒരുപാട്, അതായത് ഒരു 3-4 വർഷമായി ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ തിങ്ക് ചെയ്യുന്ന അങ്ങനത്തെ വീഡിയോസ് ഇടണം. പക്ഷെ എനിക്ക് ഒന്നാമത്തെ കാര്യം ജോലി ഉണ്ടാവുമ്പോൾ എന്നൊക്കെ പറ്റണില്ല, അതിനായിട്ട് ടൈം കിട്ടുന്നുണ്ട്. ഇതന്നെ ഞാൻ കുറച്ചൊരു ടൈം ഇതിനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ക്രിസ്ത്യൻ വീഡിയോ വെച്ചാൽ കുട്ടികൾ ഒരുപാട് പറ്റിക്കപ്പെടുന്നുണ്ട്. അതായത് അറിയാലോ, ഇപ്പൊ ഒരുപാട് ലക്ഷങ്ങളാണ് സ്റ്റുഡൻസ് ഈ പറയുന്ന ഫേക്ക് ഏജൻസിക്ക് പോയിട്ട് പെട്ടിട്ട് ഈ പറയണ പോയി പെടുന്നത്. കുട്ടികൾക്ക് അറിയാത്ത ഇങ്ങനെ ഒരുപാട് ചെയ്ത്, അപ്പൊ കുട്ടികൾക്ക് കുറച്ചും കൂടി ക്ലിക്കാന്ന് വെച്ചാൽ ഈ പറയുമ്പോൾ എങ്ങനെയൊക്കെ ആണെന്നൊക്കെ കുറച്ചും കൂടി ക്ലാരിറ്റിയോട് കൂടി കുട്ടികൾക്ക് മനസ്സിലാവും. അപ്പോ എന്ന് വെച്ചാൽ എല്ലാ ഏജൻസും എല്ലാ പോലെ പറയുന്നില്ല, പക്ഷെ നല്ല ഏജൻസീസ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല ഏജൻസീസ് ഒക്കെ ഉണ്ട്. അപ്പോ ഞാൻ ആ നല്ല ഏജൻസിനൊക്കെ ഒന്നും കുറിച്ചിട്ടൊന്നല്ല, ഈ പറയണ ഒരുപാട് സ്റ്റുഡൻസിന്റെ പൈസ പോയ സ്റ്റുഡൻസ് എന്നെ ഒരുപാട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോ അങ്ങനെയാണ് ഞാൻ ഒരുപാട് സംസാരിച്ചു. കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കും കുട്ടികളോട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോസ് ഒക്കെ ഞാൻ ഇടുന്നത്. അപ്പൊ ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ. ഓക്കെ, താങ്ക് യു.